മാളിക മുകളിലേറിയ മന്നന്റെ തോളിൽ മാറാപ്പ് ചാർത്തുന്നതും ഭവാൻ. എത്ര അർത്ഥസമ്പുഷ്ടമാണ് ഈ വരികൾ. ഇപ്പോൾ തോളിൽ മാറാപ്പുമായി നടക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. നരേന്ദ്രമോദിക്ക് പണി കിട്ടിയത് അങ്ങ് ഡൽഹിയിലല്ല, സ്വന്തം മണ്ഡലമായ വാരണാസിയിൽ. വാരണാസിയിൽ ജയിപ്പിച്ച ജനങ്ങളെ അഭിസംബോധന ചെയ്യാൻ എത്തിയതാണ് മോദി. ചെരുപ്പൂരി എറിഞ്ഞ് ഓടിച്ചു ജനങ്ങൾ. അത്രമാത്രം ജനങ്ങൾ ഇദ്ദേഹത്തെ വെറുത്തിരിക്കുന്നു. വാരണാസിയിൽ കഴിഞ്ഞവണ വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്നൊക്കെയായിരുന്നു വീമ്പ് പറച്ചിൽ മോദിയുടെ. 7 ലക്ഷം വോട്ടിന് ജയിക്കുമെന്നാണ് പറഞ്ഞത്. അവസാനം 1.5 ലക്ഷം വോട്ടിന് എങ്ങനെയെങ്കിലും അങ്ങ് കടന്നു കയറി. അത് പ്രിയങ്ക ഗാന്ധി മത്സരിച്ചിരുന്നെങ്കിൽ തോക്കുമായിരുന്നു, 100% ഉറപ്പ്. അതുകൊണ്ട് എങ്ങനെയെങ്കിലുമൊക്കെ ജയിപ്പിച്ച ജനങ്ങളെ കാണാൻ ചെന്നതാണ്. ചെരുപ്പറിഞ്ഞാണ് സ്വീകരിച്ചത്. ഒരു ഏകാധിപതിയുടെ ദുരന്തം, എല്ലാം തന്റെ കാൽക്കീഴിൽ എന്ന് വിശ്വസിക്കുന്ന ഒരു ഏകാധിപതിക്ക് സംഭവിച്ച ദുരന്തം. ആ ദുരന്തമാണ് മോദിക്കിപ്പോൾ സംഭവിച്ചത്. വാരണാസിയിൽ തന്നെ, സ്വന്തം മണ്ഡലത്തിൽ തന്നെ ജനങ്ങൾ ചെരുപ്പറിഞ്ഞ് ഓടിച്ചിരിക്കുന്നു. അതിന്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ ലഭ്യമാണ്. ചില പരിമിതികൾ ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് ആ ദൃശ്യങ്ങൾ പുറത്തുവിടാൻ കഴിയുന്നില്ല. പക്ഷേ അതിന്റെ ഫോട്ടോ ഞങ്ങൾ തംബ്നെയിലിൽ കൊടുത്തിട്ടുണ്ട്. എന്തൊരു ഗതികേടാണെന്ന് ഓർക്കണേ. ഇത്രയും ഗതികേട് മോദിക്ക് വരുമെന്ന് ആരെങ്കിലും പ്രതീക്ഷിച്ചു? ചെരുപ്പറിഞ്ഞ് ഓടിക്കാൻ ശ്രമിക്കുന്നു ജനങ്ങൾ. ഇയാളെ ഇനി വേണ്ട വാരണാസിയിൽ എന്ന് ജനങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു. വാരണാസിയിൽ നിന്ന് മൂക്കിട്ട് ഇച്ഛ വരച്ചു പോയി മോദി അജയ് റായിക്ക് മുമ്പിൽ. 1.5 ലക്ഷം വോട്ടിന് കടന്നുകൂടിയ ശേഷം ഇപ്പോൾ നിൽക്കുന്നത് തുലാസിലാടുന്ന ഒരു കസേരയിലാണ്. കസേര അങ്ങോട്ടും ഇങ്ങോട്ടും ആടുകയാണ്. TDP പിടിച്ചു കഴിഞ്ഞാൽ അവിടെ കസേര വീഴും, നിതീഷ് പിടിച്ചു കഴിഞ്ഞാൽ അവിടെ കസേര വീഴും. ഈ രീതിയിലാണ് നിൽപ്പ്. എന്തിന് ചിരാഗ് പാസ്വാനെ പോലും ആശ്രയിക്കേണ്ട ഗതികേട്? ഇത്രയും ഗതികേടിലേക്ക് മോദി എന്ന ഏകാധിപതി തരംതാണിരിക്കുന്നു. മോദി എന്ന ഏകാധിപതിയെ ഇനി വാരണാസിക്ക് വേണ്ട. അതാണ് ഈ ചെരുപ്പേറിലൂടെ സംഭവിച്ചിരിക്കുന്നത്. അദ്ദേഹത്തെ ഇനി വാരണാസിക്ക് വേണ്ട. വാരണാസിയെ ഒരു ബിസിനസ് നഗരമാക്കി മാറ്റാൻ മോദി ചെയ്ത പ്രവർത്തികളാണ് തിരിച്ചടിയായി മാറിയത്. വാരണാസി എന്നാൽ ചെറു ക്ഷേത്രങ്ങളുള്ള, ആ ക്ഷേത്രങ്ങളിൽ നിന്ന് ഉപജീവനം നയിക്കുന്ന ജനങ്ങളുടെ മണ്ഡലമാണ്. ആ ചെറു ക്ഷേത്രങ്ങളെയൊക്കെ ഇടിച്ചു നിരത്തി ബിസിനസ് സാമ്രാജ്യം, പുതിയ കെട്ടിടങ്ങൾ പണിഞ്ഞു. കോർപ്പറേറ്റുകൾ മോദിയെ തിരക്കിയെത്തി വാരണാസി. കോർപ്പറേറ്റുകൾക്ക് അവിടെ കെട്ടിടങ്ങൾ പണിയാനുള്ള അവകാശം കൊടുത്തു, അധികാരം കൊടുത്തു മോദി. അതുകൊണ്ടാണ് ചെരുപ്പറിഞ്ഞത്. ചെരുപ്പേറാണ് മോദിക്ക് പറ്റിയത് എന്ന് വാരണാസിയിലെ ജനങ്ങൾ പഠിപ്പിച്ചു കൊടുത്തിരിക്കുന്നു. ജനം അങ്ങനെയാണ്, കഴുത്തകളല്ല ജനം. കുറെ കാലം ജനങ്ങളെ വിഡ്ഢിയാക്കാൻ പറ്റും, എക്കാലവും ജനങ്ങളെ വിഡ്ഢിയാക്കാൻ പറ്റില്ല മോദി. അതാണിപ്പോ താങ്കൾക്ക് സംഭവിച്ചിരിക്കുന്നത്. വിഷമമുണ്ട് പറയുമ്പോൾ. ഇത്രയും വലിയ ഒരു ഏകാധിപതിയായി വളർന്ന ഒരാൾ, ഗുജറാത്ത് കലാപത്തിന്റെ രക്തത്തിൽ ചവിട്ടി അധികാരത്തിൽ വന്ന ഒരാൾ, തന്റെ കാർ ഓടിക്കുമ്പോൾ വഴിയിലൊരു നായയെ കാറടിച്ച് കൊന്നാൽ താൻ വിഷമിക്കും. അതുപോലെയാണ് മുസ്ലിങ്ങളെ കൊന്നാൽ താൻ വിഷമിക്കുക എന്ന് മുമ്പ് പറഞ്ഞ വ്യക്തി 10 വർഷം ഏകാധിപതിയെ പോലെ ഭരിച്ചു. അത് കോൺഗ്രസിന്റെ ദൗർഭാഗ്യം. ഇപ്പോൾ കോൺഗ്രസിനോടൊപ്പം ഇന്ത്യ മുന്നണിയുമുണ്ട്. ഇന്ത്യ മുന്നണി ശക്തമായ പ്രതിപക്ഷമാണ്. അതുകൊണ്ട് തന്നെ മോദിയുടെ കസേര ഇളകുന്ന കസേരയാണ്. ഒന്ന് നീങ്ങിയാൽ, ഇന്ത്യ മുന്നണി ഒന്ന് ആഞ്ഞു ശ്രമിച്ചാൽ ആ കസേര താഴെ വീഴും, പഠോവെന്ന് വീഴും. അതിനിടയിലാണ് വാരണാസി സന്ദർശിക്കാൻ പോയത്. എറിയും കിട്ടി ചെരുപ്പേറിൽ പരം ഒരു ഗതികേട് ഒരു പ്രധാനമന്ത്രിക്ക് കിട്ടാനുള്ളൂ? ഒരിക്കലുമില്ല. ഇന്ത്യയിൽ ആദ്യമായി ചെരുപ്പേർ കിട്ടുന്ന പ്രധാനമന്ത്രിയായി മോദി മാറിയിരിക്കുന്നു. ശക്തമായ സുരക്ഷാ സന്നാഹങ്ങളെ അതിലംഘിച്ചുകൊണ്ട് ചെരുപ്പറിഞ്ഞിരിക്കുന്നു വാരണാസിയിലെ ജനങ്ങൾ. വാരണാസിയിലെ ജനങ്ങൾ മോദിയെ വെറുക്കുന്നു എന്നുള്ളതിന് ഇതിൽ പരം ഒരു തെളിവില്ല. വാരണാസി മോദിക്ക് അപ്രാപ്യമായി കഴിഞ്ഞു എന്ന് ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഫലം തെളിയിച്ചു. ഒരു സമയത്ത് മോദി 6000-ഓളം വോട്ടിന് പിന്നിലായിരുന്നു. പിന്നീടാണ് തിരികെ വന്നത്. വാരണാസിയിൽ ഒരുപാട് ക്ഷേത്രങ്ങളുണ്ടായിരുന്നു, ചെറു ക്ഷേത്രങ്ങൾ. ആ ക്ഷേത്രങ്ങളെ ചുറ്റിപ്പറ്റി ഉപജീവനം നടത്തുന്ന ഒരുപാട് ജനങ്ങൾ ഉണ്ടായിരുന്നു. ആ ക്ഷേത്രങ്ങളെല്ലാം തകർക്കപ്പെട്ടു. അവിടെ പുതിയ കോംപ്ലക്സുകൾ ഉയർന്നു. അതിനുള്ള പ്രതിഫലനമാണ് ജനങ്ങൾ കൊടുത്തത്. അയോധ്യയിൽ രാമജന്മക്ഷേത്രം പണിഞ്ഞ മോദിക്ക്
വാരണാസിയിലെ ചെറു ചെറു രാമക്ഷേത്രങ്ങളെ ഇടിച്ചു നിരത്തുന്നതിൽ ഒരു കുറ്റബോധവും ഉണ്ടായില്ല. അയോധ്യയിൽ രാമക്ഷേത്രം പണിഞ്ഞപ്പോൾ മോദി വിചാരിച്ചത് വോട്ടെല്ലാം BJPയിലേക്ക് വീഴുമെന്നായിരുന്നു. അയോധ്യ സ്ഥിതി ചെയ്യുന്ന ഫൈസിയാബാദിൽ തന്നെ 8 നിലയിൽ പൊട്ടി BJP. എന്തായാലും വാരണാസിയിലെ ജനങ്ങൾ മിടുക്കരാണ്. ചെരുപ്പെറിയേണ്ടത് ആരെയാണെന്ന് അവർ തിരിച്ചറിഞ്ഞു.